ഹായ്, വെൽക്കം എവരി വൺ. അപ്പം നമ്മൾ ഈ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരുപാട് പേര് പേടിച്ച് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പം ആരും ഈ കോടികളും കൊണ്ട് കടം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിപ്പം ഷെയർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അല്ല ഷെയർ മാർക്കറ്റിനകത്തോട്ട് കയറിയിട്ട് പൈസ കളയാന്നുള്ളൊരു സംഭവമല്ല. ഷെയർ മാർക്കറ്റിൽ പല കാര്യങ്ങളും ഇൻട്രാഡേ ചെയ്യാം. അതായത് ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്തിട്ട് എൻട്രി എടുത്തിട്ട് എക്സിറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് വിൽക്കുന്നൊരു പരിപാടിയാണ് ഇൻട്രാഡേ. സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് അന്ന് തന്നെ വേണേൽ വിൽക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമുക്ക് വിൽക്കാം. അല്ലാതെ ഒരാഴ്ചയോ മാസമോ വർഷങ്ങളോ വേണം നമുക്കത് ഹോൾഡ് ചെയ്യാം. അത് അതനുസരിച്ചിട്ട് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച്, നമ്മുടെ ഒരു എൻട്രി അനുസരിച്ചിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് FNO സെഗ്മെൻറ്റ്സ്, അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട തുടക്കക്കാർ. അപ്പോൾ കാരണം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ഇച്ചിരി കൂടെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും പഠിക്കാം. അത് ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. കാരണം അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കിടന്ന് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇച്ചിരൂടെ ഞാൻ സാധാരണ എക്സ്പീരിയൻസർ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് വളരെ ഒരു മറ്റുള്ളതിനേക്കാളിലൊക്കെ നല്ല രീതിക്ക് കുറച്ചുകൂടെ അറിയാവുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് ആദ്യം അറിയണമല്ലോ. ഷെയർ മാർക്കറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെ, എന്നാലും ജസ്റ്റ് ഒരു വളരെ ചെറിയൊരു രീതിയിൽ ഇൻട്രോ പറയാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുന്നു. അതായത് അത് പിന്നെ ആ ഷെയർസ് നമുക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ടുള്ളൊരു സംഭവം തന്നെ. നമ്മളിപ്പം ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, നമുക്ക് 105 മതിയെന്നുണ്ടെങ്കിൽ 5 രൂപ ലാഭം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ 105 രൂപയ്ക്ക് നമ്മൾ വിൽക്കുമല്ലോ. അതേപോലെ തന്നെ ഒരു ഷെയർ നമ്മളൊരു പ്രത്യേക ഏരിയ വാങ്ങിക്കുന്നു, ഈ ഒരു ഏരിയ വാങ്ങിക്കുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റായി, എന്നാൽ മതി വിറ്റേക്കാം, ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സമയത്ത് ഏത് സമയത്തും നമുക്ക് സെല്ല് ചെയ്ത് കളയാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഷെയർസ് കണ്ടെത്തുക, നല്ല ക്വാളിറ്റിയുള്ള ഷെയർസ് എൻട്രി എടുക്കുക, എക്സിറ്റ് എടുക്കുക. എല്ലാം എപ്പോഴും റിസ്ക് ഉണ്ട്, പക്ഷേ നമുക്ക് റിസ്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അനാലിസിസ് ഞാൻ മുമ്പിട്ടേക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ്. എല്ലാ ഈ ഒരു സെല്ല് ചെയ്യുന്നതിൻ്റെയും ബൈ ചെയ്യുന്നതിൻ്റെ നിയമങ്ങളൊന്നേ ഉള്ളൂ. വില കുറഞ്ഞ് വാങ്ങിക്കുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക, നമുക്ക് വേണ്ടി ഒരു പ്രോഫിറ്റ് വിൽക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓർത്ത്, നമ്മളിപ്പോൾ ഒരു സാധനം ഒരു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എവിടെയും പോയിട്ടുണ്ടായിരിക്കുമല്ലോ. പോയിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വില പേശും. അതായത് 200 രൂപയുടെ സാധനം 200 രൂപ. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇതിനത്രയ്ക്കുള്ള ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് 100 രൂപ 120 രൂപയ്ക്ക് നമുക്ക് തരും. അപ്പം നമ്മളത് വാങ്ങിക്കുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ശരിക്കും ഇതിന് 20 രൂപയേ ഉള്ളൂ, എന്നാലും ഉള്ളതിനെക്കാട്ടിൽ ഇച്ചിരി കുറച്ച് നമ്മൾ വാങ്ങിച്ചല്ലോ, എന്നാലും അവനെ ലാഭമുള്ളൂ എന്നുള്ള രീതിയിൽ. അതായത് ആ സെല്ലർ എങ്ങനെ കളിച്ചാലും നമ്മുടെ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ അയാൾ വില കൂട്ടിയിട്ട് കുറച്ച് വിറ്റു. അപ്പോൾ നമുക്കിതിനകത്ത് സ്വിംഗ് ട്രേഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ല, പേഷ്യൻസ്, നമ്മുടെ ഈ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ചിലപ്പം നമ്മുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി ഇച്ചിരി താമസിക്കും, മനസ്സിലായി? അപ്പം ആ ഒരു ടാർഗറ്റ് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ നമുക്ക് ലോസ് കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പല വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം. ഒറ്റയടിക്ക് കണ്ടിട്ട് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആകണ്ട. ഏറ്റവും ബെസ്റ്റ് കാര്യം അതല്ലേ. അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി തന്നെ നോക്കാം. സ്വിംഗ് ട്രേഡ് കുറേ ഷെയർസ് വാങ്ങിക്കുന്നു, നമുക്ക് വേണ്ടത്ര ഒരു ഷെയർസ് വാങ്ങിക്കും. നമുക്കത് അന്ന് വിൽക്കാം, നാളെ വിൽക്കാം, നമ്മുടെ ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ ലോസ് അടിക്കാൻ നേരത്ത് വിൽക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സംഭവം വലിയ കാര്യമൊന്നുമല്ല. ഇത്ര പ്രൈസിന് നമ്മൾ ലാഭം എത്തുമ്പോഴത്തേക്ക് വിറ്റ് കളയുന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അതേ സാധനത്തിൻ്റെ ചെറിയൊരു നമ്മൾ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. ഇത്ര ഒരു നഷ്ടമാകുമ്പോഴത്തേക്ക് ഞാൻ സഹിച്ച് വിറ്റോളാം. അതായത് അതാണ് നമ്മുടെ റിസ്ക്. കാരണം നമ്മുടെ റിസ്ക് കൺട്രോൾ, അപ്പം നഷ്ടത്തെ വിൽക്കണം അങ്ങനല്ല, ഈ ഒരു റിസ്ക് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഞാൻ പറയാം, ഈ ഒരു ഏരിയ വാങ്ങിച്ചു, ഈ ഏരിയ എത്തിയില്ലെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ചാർട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കാണാം. പല ചെറിയ പാറ്റേൺസിനെ പറ്റിയൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത്, ഇപ്പം നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വേണ്ടത് നമ്മളിപ്പോൾ ഇച്ചിരി ഒരു അഡ്വാൻസ്ഡ് രീതിയിലായി നമ്മൾ വീഡിയോ ചെയ്തപ്പോഴേക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസ് നമുക്ക് ചെയ്യാം. ഒരു സീരീസ് പോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ റോബോട്ടിക് രീതിയിൽ അവിടെ വാങ്ങിച്ചിട്ട് ഇവിടെ വിൽക്കാന്നുള്ള രീതിയിൽ ഇറക്കാതെ, അങ്ങനെ അതിലർത്ഥമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്കത്? കാർ ഓടിക്കാൻ അറിയത്തില്ല, ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവരുടെ ഫ്രണ്ട് റോൾസ് റോയ്സ് വെച്ചവരിക്കും, പെട്ടെന്ന് കയറി ഷെയർ മാർക്കറ്റ് പോയി ട്രേഡ് ചെയ്തോളം പറയുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ബേസിക്കലി നമുക്ക് തുടങ്ങാം, മനസ്സിലാവും. ഇടയ്ക്ക് ഞാൻ മറ്റേ ചാർട്ടിൻ്റെ വീഡിയോസ് ഇടാം. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമുക്ക് അതും അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയൊരു വിലയ്ക്ക് വാങ്ങിക്കുന്നു, കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു, ഒരു വിലയ്ക്ക് വാങ്ങിക്കുന്നു, ആ ചെറിയൊരു നഷ്ടം സഹിക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ അത് താഴോട്ട് ആ പ്രൈസ് അല്ലെങ്കിൽ ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്റ്റോപ്പ് ലോസ് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം. അപ്പം ഒരുപാട് വലിച്ച് നീട്ടുന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും.
അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ ചെറിയ നഷ്ടവും ചെറിയ കാര്യങ്ങളൊക്കെ വരും, പക്ഷേ ഓക്കെയാണ്, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് നമുക്ക് ഒന്നിച്ചു പോകാം. അപ്പം എല്ലാവർക്കും ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി, ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നിച്ച് ചെറിയ കാര്യങ്ങൾ പഠിച്ച് ചെറിയ ഗോൾസ് വെച്ചിട്ട് നമുക്കൊരു വലിയ ഗോളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും. അതായിരിക്കും എപ്പോഴൊന്നും ബ്രേക്ക് ചെയ്ത് ചിന്തിക്കുന്നതായിരിക്കും. ചാടിക്കറി കോടീശ്വരനാണെന്ന് നോക്കാതെ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഷെയർ മാർക്കറ്റ് എന്താ, ഷെയർസ്, കമ്പനികളുടെ ഷെയർസ് സാധാരണക്കാർക്ക് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുന്നത്. ഏത് ട്രേഡാണ് ബെസ്റ്റ്? എല്ലാ ട്രേഡും ബെസ്റ്റാണ്, പക്ഷേ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം സ്വിംഗ് ട്രേഡിംഗ് ആണ്. വാങ്ങിക്കുന്നു, ഒരു പ്രോഫിറ്റ് എത്തുമ്പോഴത്തേക്ക് വിൽക്കുന്നു, ചെറിയൊരു നഷ്ടം റിസ്ക് നമ്മൾ സഹിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാത്തിനും റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം അവാർഡം പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈക്ക് ഓടിക്കാതിരിക്കുന്നില്ല. നമ്മൾ മാക്സിമം സേഫായിട്ട് പോകുമ്പോഴത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ തന്നെ ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോസ് കണ്ട് പഠിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന പുതിയതായിട്ടുള്ള എല്ലാ ട്രേഡർമാർക്കും ആശംസകൾ. കണ്ടെല്ലാവർക്കും താങ്ക് യു.